മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമ ഇന്ന് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇറങ്ങിയ കാലത്ത് ഇന്ന് കാതൽ എങ്ങനെയാണോ ചർച്ചയാക്കപ്പെട്ടത് അതേപോലെ തന്നെ നല്ലൊരു രീതിയിൽ പോസിറ്റീവ് റെസ്പോൺസിൽ ചർച്ചയാക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു പുഴു. എന്നാൽ ഇന്ന് പുഴു ചർച്ചയാക്കപ്പെടുന്നത് മതവിരുദ്ധം അല്ലെങ്കിൽ ജാതിവിരുദ്ധം എന്ന നിലയ്ക്കാണ്. ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പുഴുവിൻ്റെ തന്നെ സംവിധായകയായ റത്തീനയുടെ ഭർത്താവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് പുഴു എന്ന സിനിമയെ ഹിന്ദുവിരുദ്ധമായി ചിത്രീകരിക്കാൻ മമ്മൂട്ടി നിർബന്ധിച്ചു എന്നാണ്. ഹിന്ദുവിരുദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ വിരുദ്ധമായ രീതിയിൽ സിനിമയെ അവതരിപ്പിക്കാം എന്ന അഭിപ്രായം പറഞ്ഞത് മമ്മൂട്ടിയാണെന്നും അതിനുവേണ്ടി കഥയെ ആ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പുഴു ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പുഴു എന്ന സിനിമയുടെ ബേസിക് പ്ലോട്ട് തന്നെ ഹിന്ദു പുരാണമായ മഹാഭാരതത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. അതായത് പാമ്പ് കടിയേറ്റ് മരിക്കും എന്ന ശാപം കിട്ടിയ പരീക്ഷിത് മഹാരാജാവ് ശാപത്തിൽ നിന്നും സ്വന്തം ജീവൻ രക്ഷിക്കാൻ എല്ലാ സംരക്ഷണത്തോടും കൂടി ഒരു ചില്ലുകൂട്ടിൽ കയറി ഒളിക്കുന്നു. എന്നാൽ ശാപം നിറവേറ്റാനായി തക്ഷകൻ എന്ന മഹാസർപ്പം ഒരു പുഴുവിൻ്റെ രൂപത്തിൽ ഒരു പഴത്തിനുള്ളിൽ ഒളിച്ച് പരീക്ഷിത് മഹാരാജാവ് ഒളിച്ചിരിക്കുന്ന ചില്ലുകൂട്ടിനകത്ത് കടക്കുകയും അതിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ കടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ഈ കഥയെ ബേസ് ചെയ്താണ് പുഴു എന്ന സിനിമ റത്തീന ഒരുക്കിയിരിക്കുന്നത്. അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂട്ടിയും. അതായത് മഹാഭാരത കഥയിലെ ശാപം വാങ്ങിയ വില്ലൻ ക്യാരക്ടറായ പരീക്ഷിത് രാജാവിൻ്റെ സ്ഥാനത്ത് പുഴു എന്ന സിനിമയിൽ വരുന്നതാകട്ടെ മമ്മൂട്ടിയും. മഹാഭാരത കഥയിൽ ആരാണ് പരീക്ഷിത് രാജാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുനൻ്റെ മകനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് രാജാവ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള മഹാഭാരത കഥയിലെ 3ാം തലമുറയിൽപ്പെട്ട രാജാവാണ് പരീക്ഷിത് രാജാവ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ശാപം കിട്ടി അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ വില്ലനായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം പുഴു എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. പരീക്ഷിത് മഹാരാജാവിൻ്റെ മനസ്സിലെ വെറുപ്പും ആ വെറുപ്പ് കൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുമാണ് അദ്ദേഹത്തെ ശാപത്തിലേക്ക് നയിച്ചത്. വെറുപ്പ്, അഹങ്കാരം മുതലായ വികാരങ്ങളുടെ ഒരു പരമകാഷ്ഠയിൽ നിൽക്കുന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി പുഴു എന്ന സിനിമയിൽ എത്തിയിരിക്കുന്നത്. പുഴു എന്ന സിനിമ ചർച്ച ചെയ്യുന്ന ആനുകാലിക പ്രസക്തിയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നു മാത്രമാണ് വെറുപ്പ് എന്നത്. പുഴു എന്ന സിനിമയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത് അതിലെ ടോക്സിക് പേരൻറ്റിംഗ് ആണ്. മമ്മൂട്ടി എന്ന കഥാപാത്രം തൻ്റെ മകനോട് കാണിക്കുന്ന ക്രൂരതകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അന്യജാതിക്കാരോടും അന്യമതസ്ഥരോടുമുള്ള വെറുപ്പ്. തൻ്റെ സഹോദരി ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ച് അയാളോടൊപ്പം ജീവിക്കുന്നത്, അന്യജാതിക്കാരനെ വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ പെങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിനടുത്ത് തന്നെ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുകയും അവിടെ തന്നെ താമസിക്കാൻ വരികയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം അറിഞ്ഞിട്ടുകൂടി തൻ്റെ ചേട്ടനോട് വീണ്ടും കൂട്ടുകൂടുവാനും അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുവാനും അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം സമയം ചെലവഴിക്കാനും തുടങ്ങുന്നു. അത് വെറുപ്പ് കൂടി ഒരു സൈക്കോയായി മാറിയിരിക്കുന്ന മമ്മൂട്ടിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അത്. അദ്ദേഹം തൻ്റെ പെങ്ങളെയും ഭർത്താവിനെയും കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ വെറുപ്പ് മനസ്സിലുള്ള മാനസിക രോഗികളായ മനുഷ്യർക്ക് അധികാരം കിട്ടിയാൽ എന്താകും നടക്കുക എന്നത് ചരിത്രം തന്നെയാണ്. ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമാണ് സത്യത്തിൽ ഈ സിനിമയിലും കാണിക്കുന്നത്. നമ്മൾ കാണുന്ന മമ്മൂട്ടി സമൂഹത്തിൽ നല്ല വിലയുള്ള സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പവർ ടെററിസ്റ്റുകളെല്ലാം അമർച്ച ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ ആയിരുന്നു. അക്കാലത്ത് ഈ വെറുപ്പുള്ളിൽ സൂക്ഷിക്കുന്ന അദ്ദേഹം മറ്റു മതസ്ഥരോട് കാണിച്ച ക്രൂരതകൾ പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. അതിൽ കുറ്റക്കാരും കുറ്റക്കാരല്ലാത്തവരും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൽ അദ്ദേഹം ചെയ്ത വെറുപ്പിക്കുന്ന പ്രവർത്തികളുടെ ഫലം ഒരു ശാപമെന്ന പോലെ അദ്ദേഹത്തിൻ്റെ കാലൻ ഒരു പുഴുവിനെ പോലെ അദ്ദേഹം താമസിക്കുന്നിടത്ത് കടന്നുകൂടുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്നു. ഇതാണ് പുഴു എന്ന സിനിമയുടെ കഥ. ഇതിൽ പറയുന്ന ടോക്സിക് പേരൻറ്റിംഗ്, ജാതീയമായ വെറുപ്പ്, മതപരമായ വെറുപ്പ്, ഇതെല്ലാം ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം തന്നെയാണ്. വേണമെങ്കിൽ ഈ സിനിമയിൽ ഇത് 3 കഥാപാത്രങ്ങളിലൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഒരാൾ ടോക്സിക് പേരൻറ്റിംഗ് കാണിക്കുന്നു, മറ്റൊരാൾ ജാതിപരമായ വെറുപ്പ് കാണിക്കുന്നു, വേറൊരാൾ മതപരമായ വെറുപ്പ് കാണിക്കുന്നു. അങ്ങനെ ഇത് 3ഉം ഒരു കഥാപാത്രം വെച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മമ്മൂട്ടിയുടെ കഥാപാത്രം ആ രീതിയിൽ ഇതിൽ മോൾഡ് ചെയ്തിരിക്കുന്നു. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട അമ്മയില്ലാത്ത കുട്ടിയുടെ അച്ഛനായ
പഴയ അധികാരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി അദ്ദേഹം ഈ സിനിമയിൽ വരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മേക്കിംഗ് ആണ് സത്യത്തിൽ ഈ സിനിമയിൽ നടന്നിരിക്കുന്നത്. അത് ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെയും പേഴ്സണലായ ഒരു അഭിപ്രായം. അതേപോലെ ഈ പടം കാണുന്ന ആർക്കും തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മറ്റു മതസ്ഥരോട് വെറുപ്പാണ് എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നതായി തോന്നുകയില്ല. അതേപോലെ തന്നെ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവർക്ക് അന്യജാതിക്കാരെ വെറുപ്പാണ് എന്നും തോന്നുകയില്ല. ആ സിനിമ ഇറങ്ങിയ കാലത്ത് ആ രീതിയിലൊരു ചർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതിനർത്ഥം ആ സിനിമ ചർച്ച ചെയ്യേണ്ട വിഷയം വളരെ ഭംഗിയായി ചർച്ച ചെയ്യുകയും അത് മനുഷ്യർക്കിടയിൽ വലിയ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാക്കാതെ തന്നെ നല്ല രീതിയിൽ മനുഷ്യരെ എൻലൈറ്റ് ചെയ്തു എന്നും തന്നെയാണ്. എന്നാൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയും തൻ്റെ ചില സ്വാർത്ഥ ലാഭങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയും ഇതിനെ ഒരു വിഷയമാക്കി കണ്ട് ഉപയോഗിക്കുകയാണ് ചിലർ. അത് ആ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുകയും സിനിമയുടെ നല്ല വശങ്ങൾ അവരിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം.